ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പറയാ, ഞങ്ങളിപ്പോ ആകാശത്തിലല്ല ഭൂമിയിലും അല്ല, കണ്ടില്ലേ? എനിക്ക് അങ്ങനെ ഓസ്ട്രിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജർമ്മനിയിലോട്ട് കയറി ഗൈസ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ന്യൂഷ്വാൻസ്റ്റൈനടുത്തുള്ള ബുഖൻബർഗിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ പലതരത്തിലെ ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. ഞങ്ങൾ എന്തായാലും കേബിൾ കാർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി കേട്ടോ. ആളുകൾ ലൈനായിട്ട് വരുന്നത്. ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ട്രെയിനേറ്റം വൈകിയാണ്. സൗപ്പുകുട്ടി പേടിച്ചിരിക്കുകയാണ്. എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. എനിക്ക് വന്നപ്പോൾ ഒത്തിരി ഹൈറ്റ് തോന്നി ഞങ്ങൾക്ക്. ഇവിടുത്തെ മെയിൻ സമ്മർ അട്രാക്ഷൻ തന്നെ പാരാഗ്ലൈഡിംഗ് ആണ്. കുറേ പാരാഗ്ലൈഡേഴ്സ് ഇവിടെ വന്ന് പാരാഗ്ലൈഡിങ് ചെയ്യാറുണ്ട് കേട്ടോ. ചെയർ ലിഫ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ മൗണ്ടൻ്റെ ടോപ്പിലൊക്കെ എത്തി. അപ്പോഴാണ് എന്നെ സേതു കളിയാക്കുന്നത്, എന്താണ് ദീപയ്ക്ക് ഒരു പാരാഗ്ലൈഡിങ് ചെയ്താൽ നന്നായി. ഞാനങ്ങനെ പാരാഗ്ലൈഡ് ചെയ്ത ഏതെങ്കിലും കാട്ടിൻ്റെ അകത്ത് ഏതെങ്കിലും മരത്തിൻ്റെ മണ്ടയ്ക്ക് പോയി സ്റ്റക്കാവും. എന്തായാലും ഞങ്ങളതൊക്കെ കണ്ട് നല്ലതായിട്ട് ആസ്വദിച്ചു കേട്ടോ. എസ്പെഷ്യലി കിഡ്സിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ കുറേ പാരാഗ്ലൈഡേഴ്സ് ഇങ്ങനെ പറന്ന് പോകുന്നത് ഞങ്ങൾ കണ്ടു. ഇതാണ് ജർമ്മൻ കോഴികൾ ഗൈസ്. വലിയൊരു പുരുഷനുണ്ട് ഗൈസ്, കണ്ടില്ലേ? അതാണ്ട് വരുന്നു. പൂവൻ പൂവൻ പിടിച്ച് ബാഗിനകത്ത് ഇട്ടാലോ ചിന്നേട്ടാ. ഈ മൗണ്ടൻ ആക്ച്വലി 1142 മീറ്റർ ഹൈയിലാണ്. നമുക്ക് ഒരു സ്മോൾ ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് സമ്മറിൽ. പക്ഷേ വിൻ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഭംഗി. ബിക്കോസ് ഐസ് മൗണ്ടൻസും സ്കീയിങ് ഇഷ്ടമുള്ളവർക്ക് സ്കീയിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മൗണ്ടൻ ടോപ്പിൽ ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് താഴെ പോയിട്ടാണെങ്കിലും കഴിക്കാം. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഗൈസ്. കുറച്ച് ഒരു 1.5-2 hours ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. വൈക കുറച്ച് അപ്സെറ്റാണ്, അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ഷീസ് വെരി ടയേർഡ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഇനി നമുക്ക് പിന്നെയും ചെയർ ലിഫ്റ്റ് എടുത്ത് നമ്മൾ താഴെ എത്തണം. Completely upset guys. She is hungry. Hello guys. She is hungry. She is angry. കുറച്ച് പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേളിൽ പോയി എല്ലാം കറങ്ങി കണ്ടു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്, താഴോട്ട് പോവാണ്. കണ്ടില്ലേ ഞങ്ങളുടെ താഴെ തിരിച്ചിറങ്ങാണ് ഗൈസ്. ആയി പശുവിൻ്റെ കഴുത്തത്തെ മണിയുടെ സൗണ്ട് എത്ര രസമല്ല, ടിങ് ടിങ്. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. ആ ബെല്ലിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ ഗൈസ്? പശുമ്മ താഴെയുണ്ട്, കാണുന്നോ? ഒരു മനോഹരമായുള്ള സൗണ്ടുകൾ. अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम. ഞാൻ പാട്ടുകാരിയാവണ്ടായിരുന്നു എൻ്റെ കുഞ്ഞെ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ട്രിപ്പ്. ഭയങ്കരമായിപ്പോയി. നിങ്ങൾ എൻ്റെ പാട്ട് കേട്ടിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്നെ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട പ്ലീസ്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു പുതിയ യൂട്യൂബറിനെ പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലോട്ട് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ എന്നും കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫാമിലിയുടെയും വക നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡും ഇനി വരാൻ പോകുന്ന ഒരു നല്ല വീക്കും വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതൊരു 15ാമത്തെ ടേക്ക് ആയിരുന്നു. ഇനിയും ഞാൻ ടേക്ക് എടുത്താൽ തന്നെ സൗപ്പ് ഈ വണ്ടി മുണ്ടിപ്പുറം താഴെ ഇടും, തെള്ളി താഴെ ഇടും. അപ്പോൾ ഇത് ഞങ്ങൾ താഴെ എത്താനായി ഗൈസ്.
അപ്പോൾ ബൈ. വേണം ഓക്കെ. Danke. Danke, tschüss. Tschüss. ഇതില് നോക്കിട്ടെ ഇങ്ങോട്ട് വരണം. Hey. Did you enjoy?